പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, നിന്നോടൊപ്പം നിന്റെ സ്നേഹം അനുഭവിച്ച് ഞങ്ങൾ ഈ സമയങ്ങളിൽ നിന്നോടൊപ്പം ആകുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും ഈ പരിശുദ്ധ നടയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്നോട് ചേർന്നിരിക്കുന്നതിൻ്റെ സന്തോഷവും സൗന്ദര്യവും ഞങ്ങൾക്ക് വ്യക്തിപരമായി അനുഭവം ഉള്ളതാണ്. ഞങ്ങളുടെ ചിന്തകളെ ഉയർത്തുന്നു, ഞങ്ങളുടെ ശൈലികളെ മനോഹരമാക്കുന്നു, ഞങ്ങളെ നവസൃഷ്ടികളാക്കി മാറ്റുന്നു ഈ സന്നിധാനം. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞങ്ങളുടെ ജീവിതത്തെ എത്രയോ അനുഗ്രഹപ്രദമാക്കി മാറ്റിയിട്ടുണ്ട്. ഈശോയെ, തിരുവചനങ്ങളിലൂടെയുള്ള സഞ്ചാരത്തിൽ അപ്പസ്തോല ഗണത്തോട് നീ പറയുന്ന വാക്ക് ലൂക്കാ സുവിശേഷത്തിൻ്റെ 9-ാമത്തെ അധ്യായം 44-ാമത്തെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴമായി പതിഞ്ഞിരുന്നെങ്കിൽ, കർത്താവേ, നീ ഞങ്ങളുടെ ഉള്ളിൽ ആഴമായ ദർശനങ്ങളും അനുഭവങ്ങളും പകർത്തുവാൻ വന്നവന്. അതുകൊണ്ട് ഈ ആരാധനയിൽ ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ ജീവിതത്തെയും ഉയർത്തണമേ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ചിലവിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ മടിയിൽ, അവിടുത്തെ ഹൃദയത്തിൽ നമ്മെ സ്നേഹപൂർവം സമർപ്പിക്കാം. ഇവിടെയുണ്ട് ജീവൻ്റെ, സ്നേഹത്തിൻ്റെ ഉറവ. ഏറ്റുവാങ്ങാം, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. മനസ്സും ഹൃദയവും ഈ ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർന്നു നിൽക്കട്ടെ. നമുക്ക് ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിൽ യാചനാരൂപത്തിൽ വിടർത്തിപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹാമൃതം, വചനാമൃതം ആസ്വദിക്കാം. കർത്താവെ, ഞങ്ങളെ വളർത്തേണമേ, ഉയർത്തേണമേ. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. മടിയിൽ തലയൊന്നു ചായ്ക്കാം, നിൻ സ്നേഹമാധുര്യം നുകരാം. വമ്പുനീദാസനെ കാണൂ, സ്നേഹാമൃതം തൂകുനാഥാ. നിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാം, നിൻ സ്നേഹമാധുര്യം നുകരാം. വമ്പുനീദാസനെ കാണൂ, സ്നേഹാമൃതം തൂകുനാഥാ. നല്ല ദൈവമേ, നിന്നെ തേടി നടക്കുന്നവരാ ഞങ്ങൾ. പക്ഷേ കണ്ടെത്താതെ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെടുന്നു. എവിടെയാണ് നിന്റെ സാന്നിധ്യം? ഞങ്ങൾ പല ദിക്കുകളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹൃദയത്തിലേക്ക് പലപ്പോഴും തിരിയാതെ പോകുന്നവർ. ഇതാ ദൈവമേ, ഞങ്ങളുടെ അവസ്ഥകളെ ഈ നടയിൽ സ്നേഹപൂർവ്വം ഏൽപ്പിക്കുന്നു. നിന്നെ കണ്ടെത്തേണ്ട ഇടങ്ങളിലൊന്നും നിന്നെ ഞങ്ങൾ തിരഞ്ഞില്ല. ഞങ്ങളുടെ ആകുലതകളിലും വേദനകളിലും ഈശോയെ, നീ ഉണ്ടായിരുന്നു. നീ ഞങ്ങളോട് സങ്കടങ്ങളും ദുരന്തങ്ങളും പെയ്തിറങ്ങിയപ്പോൾ സംസാരിച്ചത് ഞങ്ങൾ കേൾക്കാൻ പരാജയപ്പെട്ടു. കുരിശിൻ്റെ വഴിയിൽ നീ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുവാൻ
ഞങ്ങൾക്ക് സാധിച്ചില്ല. കർത്താവെ, നിൻ്റെ വചനത്തിൽ, നിൻ്റെ സ്നേഹപൂർവമായ സംസാരത്തിൽ ഞങ്ങളെ ചേർത്തു വയ്ക്കുവാൻ മറന്നുപോയി. ഇതാ ഈശോയെ, ഈ ദിവ്യകാരുണ്യത്തിലും നീ അരുളി ചെയ്ത വചനങ്ങളിലും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ നീ നിൻ്റെ വചനം കൊണ്ട്, സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പ്രാർത്ഥിക്കാം നമുക്ക്. നിന്നെ തേടി അലഞ്ഞൊരു പാന്തൻ നിൻ വഴി വിട്ടുപോ ഏറെ ദൂരം. നിന്നെ തേടി അലഞ്ഞൊരു പാന്തൻ നിൻ വഴി വിട്ടുപോ ഏറെ ദൂരം. അന്നരുൾ ചെയ്തു തിരുവചനം, ദാഹിപ്പോനെൻ പക്കൽ വന്നിടട്ടെ. അന്നരുൾ ചെയ്തു തിരുവചനം, ദാഹിപ്പോനെൻ പക്കൽ വന്നിടട്ടെ. നിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാം, നിൻ സ്നേഹമാധുര്യം നുകരാ. വെമ്പൂമിദാസനെ കാണൂ, സ്നേഹാമൃതം തൂകുമാറാ. കർത്താവേ, തേനും വേണ്ട, തേൻ കൂടും വേണ്ട, ഞങ്ങൾക്ക് നിൻ്റെ വചനം മതി. പ്രവാചകന്മാർ പറഞ്ഞ മധുരിക്കുന്ന നിൻ്റെ വചനം, സൗഖ്യങ്ങൾ ഏറ്റുവാങ്ങുവാൻ ജനങ്ങൾ കാതോർത്തിരുന്ന വചനം കർത്താവെ തരണമേ, ഞങ്ങളിലേക്ക് തരണമേ. തേനും തേൻ കൂടും വേണ്ടനിക്ക്, മധുറും നിൻ വാണി മതി എനിക്ക്. തേനും തേൻ കൂടും വേണ്ടനിക്ക്, മധുറും നിൻ വാണി മതി എനിക്ക്. ജീവസ്വരം നിൻ തിരുവചനം, അതു കേൾക്കും ഞാൻ എത്ര ഭാഗ്യവാൻ. ജീവസ്വരം നിൻ തിരുവചനം, അതു കേൾക്കും ഞാൻ എത്ര ഭാഗ്യവാൻ. നിൻ മടിയിൽ തലയൊന്നു ചായ്ക്കാം, നിൻ സ്നേഹമാധുര്യം നുകരാ. വെമ്പൂമിദാസനെ കാണൂ, സ്നേഹാമൃതം തൂകുനാഥാ. സ്നേഹാമൃതം തൂകുനാഥാ, സ്നേഹാമൃതം തൂകുനാഥാ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഏതാനും സമയം മുട്ടിന്മേൽ നിൽക്കാം. കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളെ കൊടുത്തുകൊണ്ട് ഈ മുട്ടിന്മേലായി പ്രാർത്ഥിക്കാം. ഈശോയെ കുരിശിൽ വെച്ച് നീ ഞങ്ങൾക്ക് കൈമാറിയ വലിയ സാന്നിധ്യമാണ് അമ്മ മാതാവ്. ഞങ്ങൾ ഈ ആരാധനയിൽ അമ്മയോട് ചേർന്ന് നിന്ന് നിന്നെ ആരാധിക്കട്ടെ. ഞങ്ങളുടെ ചിന്തകൾ വളരുന്നത്, ഞങ്ങൾ ക്രിസ്തു രഹസ്യങ്ങളിലേക്ക് ആഴപ്പെടുന്നത് അമ്മയോട് ചേർന്ന് നിന്ന് ആരാധിക്കുമ്പോൾ അപ്പസ്തോലഗണം
അമ്മയോട് ഒട്ടിനിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ ഒരു കുടുംബമായി, കൂട്ടായ്മയായി, സഭയായി. 3 വട്ടം തള്ളിപ്പറഞ്ഞവൻ അമ്മയോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ആത്മപൂരിതനായി മാറുമ്പോൾ 1 വട്ടം ഏറ്റുപറയുമ്പോൾ തന്നെ 3000 പേർ അന്ന് സഭാംഗങ്ങളായി. ദൈവമേ, കൈമാറിയ വലിയ ദാനമായ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ ആരാധനയിൽ ഈശോയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഓ മാതാവേ, സ്വർഗരാജ്ഞി, നിന്നോടൊപ്പം ആരാധിപ്പൂ. നമുക്ക് ചേർന്ന് പാടാം. ഓ മാതാവേ, ഓ മാതാവേ, സ്വർഗരാജ്ഞി, സ്വർഗരാജ്ഞി, നിന്നോടൊപ്പം നിന്നോടൊപ്പം ആരാധിപ്പൂ. ആരാധിപ്പൂ. ഈശോനാഥ, ഈശോനാഥ, സ്നേഹരൂപ, സ്നേഹരൂപ, മാതാവിനൊപ്പം മാതാവിനൊപ്പം വാഴ്ത്താം നാഥ, വാഴ്ത്താം നാഥ. സ്വരമുയർത്തി പാടാം. ഓ മാതാവേ, ഓ മാതാവേ, സ്വർഗരാജ്ഞി, സ്വർഗരാജ്ഞി, നിന്നോടൊപ്പം നിന്നോടൊപ്പം ആരാധിപ്പൂ. ആരാധിപ്പൂ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആവേ മരിയ, 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 ആവേ മരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ നമുക്ക് അല്പനിമിഷം അടച്ചു പിടിക്കാം. ഈ ആരാധനയുടെ അനുഗ്രഹങ്ങൾ ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളുടെയും ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, നിന്റെ ഹൃദയത്തോളം ഞങ്ങളുടെ ജീവിതം വളരട്ടെ. നിന്റെ ചിന്തകളോളം ഞങ്ങളുടെ ചിന്തകൾ ഉയരട്ടെ. ഞങ്ങളിതാ ഹൃദയപൂർവം ലോകമെമ്പാടുമുള്ള മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം. അപ്പസ്തോലന്മാർ ഭക്ഷണം കഴിച്ചതിന് ശേഷം മടങ്ങി വരുമ്പോൾ ഈശോയോട് പറയുന്നുണ്ട്, ഗുരു, നീയും ഭക്ഷണം കഴിച്ചാലും. ഈശോ അവരോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട്. സമറിയാക്കാരിയുടെ ജീവിതത്തെ മാനസാന്തരപ്പെടുത്തി നിൽക്കുന്ന കർത്താവിൻ്റെ വചനങ്ങളാണിത്. എന്നിട്ട് അപ്പസ്തോല ഗണത്തോട് അവൻ പറയുന്നു, നിങ്ങൾ പറയുന്നു കൊയ്ത്തിന് ഇനിയും 4 മാസമുണ്ടെന്ന്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, കണ്ണുകൾ ഉയർത്തി നോക്ക്. അത് ഇപ്പോൾ തന്നെ വിളഞ്ഞ് പാകമായി നിൽക്കുന്നത് കാണാൻ കഴിയും. ഈശോ അപ്പസ്തോലന്മാരോട് ശാരീരിക കാഴ്ചപ്പാടുകളിൽ നിന്നും ആത്മീയ കാഴ്ചപ്പാടുകളിലേക്ക് ചിന്തകളെ വളർത്താൻ ആവശ്യപ്പെടുകയാണ്. കണ്ണുകൾ ഉയർത്തി നോക്ക് എന്ന് പറയുമ്പോൾ ഈ തിരുവോസ്തിയിലൂടെ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വിശ്വാസിയോടും ഈശോ പറയുന്നുണ്ട്, കണ്ണുകൾ ഉയർത്തി നോക്ക്. കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോഴാണ് നിനക്ക് പല ദൈവീകമായ കാഴ്ചപ്പാടുകളും ഉണ്ടാവുക. കണ്ണുകൾ താഴ്ത്തി നോക്കുമ്പോൾ നിനക്ക് പലതിൻ്റെയും വില മനസ്സിലാവില്ല. കണ്ണുകൾ ഉയർത്തുമ്പോൾ പലതിനും ഒരുപാട് മൂല്യമുള്ളതായിട്ട് നിനക്ക് തോന്നും. കർത്താവിൻ്റെ കൂടെ നടന്ന് അവനെ ആസ്വദിക്കുവാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും കണ്ണുകൾ ഉയർത്താതെ പോയ ഒരു കഥാപാത്രമാണ് യൂദാസ്. അതുകൊണ്ട് അവൻ വസ്തുവിനും വ്യക്തിക്കും വിലയിട്ടപ്പോൾ ഒരുപാട് പരാജയങ്ങൾ സംഭവിച്ചു. ഒഴുകിക്കിടക്കുന്ന സുഗന്ധ തൈലത്തെ നോക്കി അവൻ വില പറഞ്ഞത് 300 ദനാറ് എന്ന. എന്നാൽ ജീവനുള്ള ഒരു മനുഷ്യന് വില കൊടുത്തത് 30 പോയി. അവൻ കണ്ണുകൾ താഴ്ത്തിയപ്പോൾ വസ്തുക്കൾക്ക് വില കയറി, വ്യക്തികൾക്ക് വില കുറഞ്ഞു. ഈശോയെ നോക്ക്. അവൻ എപ്പോഴും കണ്ണുകൾ ഉയർത്തി നോക്കി എല്ലാവർക്കും വില കൊടുക്കുന്നത് ബൈബിളിൽ കാണുന്നുണ്ട്. ഈ തിരുവോസ്തിയിലൂടെ ഈശോ ഇന്ന് നമ്മളോട് പറയുകയാണ്, കണ്ണുകൾ ഉയർത്തി നോക്ക്. നിനക്ക് ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറും. നോക്ക്, പത്രങ്ങൾ തുറക്കുമ്പോഴും മാസിക തുറക്കുമ്പോഴും ചാനലുകൾ ഓൺ ചെയ്യുമ്പോഴുമൊക്കെ നീ കാണുന്നത് ദുഃഖങ്ങളുടെയും ദുരന്തങ്ങളുടെയും പ്രകൃതിയുടെയും വികൃതിയുടെയുമൊക്കെ കഥകളാണ്. ഇവിടെ മനുഷ്യൻ്റെ ജീവിതത്തിൽ നൈരാശ്യം ശക്തമായി ചേക്കേറുന്നു. അവനും അനിവാര്യമായ ദുരന്തങ്ങളിൽ മുങ്ങിത്താഴ്ന്ന് വിസ്മൃതിയുടെ വഴികളിലേക്ക് മാഞ്ഞു പോകുന്നു. ഇല്ല, ഈശോ നിന്നോട് പറയുകയാണ്, ഈ കാലഘട്ടത്തിൻ്റെ ചിന്തകളല്ല നിന്റെ ചിന്തയാവേണ്ടത്. ഈ അൾത്താര ജീവൻ്റെ ഉത്സവപ്പറമ്പ. ഇവിടെ എത്തുന്നവർ ഇനി താഴ്വരകളോട്, മരണമുറങ്ങുന്ന താഴ്വരകളോട് വിട പറഞ്ഞേ പറ്റൂ. ആകയാൽ നീ ഒന്ന് കണ്ണുകൾ ഉയർത്ത്, നിന്റെ ഹൃദയം ഉയർത്ത്. കണ്ണുകൾ ഉയർത്തുമ്പോൾ നിനക്ക് ജീവിതത്തെ കുറേ കൂടെയൊക്കെ ആസ്വദിക്കാൻ കഴിയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകൾ ഉയർത്തി നോക്കുമ്പോൾ മാതാപിതാക്കൾക്ക് മക്കളെ കാണുന്നത് സങ്കീർത്തകന്റെ വചനം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാവും. കാരണം അവിടെ പറയുന്നുണ്ട്, മക്കൾ ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. സന്താനങ്ങൾ, ഉദരഫലങ്ങൾ അവിടുത്തെ അനുഗ്രഹമാണ്. കണ്ണുകൾ ഉയർത്തുമ്പോഴാണ് ഈ മക്കളിൽ ദൈവീകതകളെ വായിച്ചെടുക്കുവാൻ മാതാപിതാക്കൾക്ക് കഴിയുക. അതേപോലെ മക്കളോട് പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഭൂമിയിൽ നിനക്ക് നന്മ കൈവരാൻ, ദീർഘായുസ്സുണ്ടാകുവാൻ നീ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. കണ്ണുകൾ ഉയർത്തുമ്പോൾ നിനക്ക് മാതാപിതാക്കളിലെ ദൈവീകതകളെ ദർശിക്കുവാൻ കഴിയുക. നല്ല ദൈവമേ, ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾ ഇനിയും ഉയർത്തേണ്ട കാഴ്ചപ്പാടുകളെ ഞങ്ങൾ മനസ്സിൽ കൊണ്ടുവരുന്നു.
ഞങ്ങൾക്കിനിയും ഉയരണം, വളരണം. നീ കണ്ടതുപോലെ ജീവിതത്തെ നോക്കിക്കാണാൻ. നീ കണ്ടപ്പോൾ പലതിനും വില വർദ്ധിച്ചു. കാരണം നീ ലാസറിൻ്റെ കുഴിമാടത്തിൽ വന്ന് നീ കാഴ്ചപ്പാടുകളെ വളർത്തുമ്പോൾ അവൻ്റെ അഴുകിയ ശരീരത്തിൽ ജീവൻ പകരുന്നത് ഞങ്ങൾ വായിക്കുന്നു. നീ തൊട്ടപ്പോൾ പലർക്കും ജീവിതത്തിൽ സൗഖ്യങ്ങളുണ്ടാകുന്നു. നീ എല്ലാത്തിനെയും ഉയർന്ന കണ്ണുകളിൽ കാണുമ്പോൾ എല്ലാവരെയും നീ ബഹുമാനിച്ചു. നീതിപീഠങ്ങളെ നീ ആദരിക്കുന്നത് ഞങ്ങൾ ബൈബിളിൽ കാണുന്നു. നീ അധികാരികളെ ബഹുമാനിക്കുന്നത് തിരുവചനങ്ങളിൽ ഞങ്ങൾ വായിക്കുന്നുണ്ട്. എന്തിന്? ഞങ്ങളോട് പോലും നീ കാണിക്കുന്നത് എത്രയോ വലിയ വാത്സല്യമാണ്, എത്രയോ വലിയ താല്പര്യമാണ്. ഞങ്ങളെ വിണ്ണോളം ഉയർത്തുവാൻ നീ മണ്ണോളം താഴ്ന്നു എന്നുള്ളതൊക്കെ ധ്യാനിക്കുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ ഉയർത്താതിരിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ തിരുവോസ്തിയിലേക്ക് നീ നോക്ക്. ഇവിടെ നീ കാണുന്നത് ഉയർന്ന ചിന്തകളുടെ ജീവിതത്തെയാണ്. നിന്റെ ജീവിത പ്രതിസന്ധികളെ മാന്യമായി കൈകാര്യം ചെയ്യുവാൻ ഈ അൾത്താര നിന്നെ സഹായിക്കും. കാരണം ഒരിക്കൽ നീ രുചിച്ചാൽ പിന്നെ ഇതിനോടുള്ള താല്പര്യം നീ ഒരിക്കലും അവസാനിപ്പിക്കില്ല. ഒരിക്കൽ ഈ സ്നേഹത്തെ നീ അനുഭവിച്ചാൽ പിന്നെ നീ ഒരു കാലത്തും ഈ സ്നേഹത്തിൽ നിന്നും പടിയിറങ്ങിപ്പോകില്ല. പുണ്യാത്മാക്കൾ ഈ സ്നേഹത്തെ ആവോളം അനുഭവിക്കുമ്പോൾ സഹനങ്ങളോടുപോലും അവർക്കുണ്ടായ മനോഭാവങ്ങൾ വറചട്ടിയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു സൈഡ് വെന്തു മറിച്ചിട്ടു. അവർ ജീവിതത്തെ ഉയർന്ന കാഴ്ചപ്പാടുകളിൽ കണ്ടു. നിന്നോടൊപ്പമാകുമ്പോൾ 5 രൂപയ്ക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ കാലഘട്ടത്തിലെ മക്കൾ പറയുന്നത് മഞ്ചു കിട്ടുമെന്ന്. എന്നാൽ നിന്നോട് ചേർന്നിരുന്ന് ചിന്തിച്ചപ്പോൾ മദർ തെരേസായുടെ കയ്യിലും 5 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൾ 5 ഭൂഖണ്ഡങ്ങളെ സ്വന്തമാക്കി. നിന്നോടൊട്ടി നിൽക്കുമ്പോൾ ഞങ്ങളുടെയും കാഴ്ചകൾ വളരും, ഞങ്ങളുടെയും ചിന്തകൾ വളരും. ഞങ്ങൾ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് വളരട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അപ്പത്തിലേക്ക് ഉറപ്പിച്ച് ഈ സ്നേഹത്തിലേക്ക് നമുക്ക് വരാം. ഒരിക്കൽ രുചിച്ചാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒഴിവാകാൻ പറ്റില്ല. അത്രമാത്രം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈ സ്നേഹത്തിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ കൊണ്ടുവരാം. കർത്താവെ, ഞങ്ങൾ ഈ രഹസ്യത്തിൻ്റെ മുമ്പിൽ ആരാധന പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും സ്വരമുയർത്തി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോയിലേക്ക് നോക്കാം. ഇതാ നിന്നെ സ്നേഹിക്കുന്നവൻ, നിന്നെ പരിഗണിക്കുന്നവൻ, കണ്ണുകൾ ഉയർത്താൻ നിന്നോട് ആവശ്യപ്പെടുന്നവൻ നിന്റെ ഈശോ. നീ കൊതിതീരെ ആസ്വദിക്കേ. പ്രാർത്ഥിക്കാം നമുക്ക്. ഒരിക്കൽ രുചിച്ചാൽ കൊതിയേറും ഭോജ്യം യേശുവിൻ മഹനീയ സ്നേഹം. ഒരിക്കൽ രുചിച്ചാൽ കൊതിയേറും ഭോജ്യം യേശുവിൻ മഹനീയ സ്നേഹം. ആത്മാവിൽ നിറയുന്ന ചൈതന്യരേണുവിൻ മറക്കാനാവാത്ത നിർവൃതി പകരും സ്നേഹം. യേശുവിൻ നിരുപമ സ്നേഹം. ഒരിക്കൽ രുചിച്ചാൽ കൊതിയേറും ഭോജ്യം യേശുവിൻ മഹനീയ സ്നേഹം. ആത്മാവിൽ നിറയുന്ന ചൈതന്യരേണുവിൻ മറക്കാനാവാത്ത നിർവൃതി പകരും സ്നേഹം. യേശുവിൻ നിരുപമ സ്നേഹം.
തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ സഹോദരൻ്റെ സഹോദരിയുടെ കൈകൾ നമുക്ക് ചേർത്ത് പിടിക്കാം. ഇതെൻ്റെ സഹോദരനാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയാണ് കുർബാന. എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്നേഹം നിറയുമ്പോഴാണ് എനിക്ക് ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ കഴിയുക, എനിക്കെൻ്റെ ബന്ധങ്ങളെ ആദരിക്കാൻ കഴിയുക, ഇവരിലൂടെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരുന്നു എന്ന് ധ്യാനിക്കാൻ കഴിയുക. ഇതെൻ്റെ സഹോദരനാണ്, ഇതെൻ്റെ പ്രിയപ്പെട്ട ലോകമാണ്. ഇത് ദൈവസ്നേഹത്തെ അവതരിപ്പിക്കുവാൻ ദൈവം കനിഞ്ഞു നൽകിയ സാഹചര്യമാണ്. ഞാനിതാ ഈ സ്നേഹത്തോട് ഒട്ടി നിന്നുകൊണ്ട് കാഴ്ചപ്പാടുകളെ വളർത്തുന്നു. കൂട്ടിപ്പിടിച്ച കരങ്ങളെ നമുക്ക് ഉയർത്തി പ്രാർത്ഥിക്കാം. ഇരുകരങ്ങളും കൂട്ടിപ്പിടിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അനന്തമം പാവനധാരകളൊഴുകും അക്ഷയ കനിയാം സ്നേഹം. അനന്തമം പാവനധാരകളൊഴുകും അക്ഷയ കനിയാം സ്നേഹം. പനിനീർ പൂവിൻ സൗരഭ്യം വിതറുന്ന നിർമ്മല കാന്തിയേറും സ്നേഹം. ജീവന്റെ സ്പന്ദനം സ്നേഹം. ഒരിക്കൽ രുചിച്ചാൽ കൊതിയേറും ഭോജ്യം യേശുവിൻ മഹനീയ സ്നേഹം. ആത്മാവിൽ നിറയുന്ന ചൈതന്യരേണുവിൻ മറക്കാനാവാത്ത നിർവൃതി പകരും സ്നേഹം. യേശുവിൻ നിരുപമ സ്നേഹം. കർത്താവിനോടൊപ്പം നമുക്ക് മുട്ടിന്മേലാവാം. നമ്മുടെ ജീവിത ചിന്തകളെയും മനോഭാവങ്ങളെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും ഒക്കെ ഈ നിമിഷങ്ങളിൽ ഈശോ ഉയർത്തുകയായിരുന്നു. ഈ ആരാധനയിൽ പങ്കുകൊണ്ട ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ അവൻ്റെ വചനം നിറയുന്നുണ്ട്, അവൻ്റെ സ്നേഹം പതിയുന്നുണ്ട്, അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളാലും ജീവിതം പൂർണ്ണമാകുന്നുണ്ട്. ഈ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിച്ചുകൊള്ളാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് ഈശോയിൽ നിന്നും ആശീർവാദം വാങ്ങാം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കരങ്ങൾ കൂപ്പി വിശ്വാസത്തോടെ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് ആശീർവാദം വാങ്ങാം. കുടുംബങ്ങളെയും ലോകത്തെയും മുഴുവനും ഈ ആശീർവാദത്താൽ അവൻ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കാം. പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ മനസ്സോടും നമുക്ക് ചേർന്ന് പാടാം. പൂർണ്ണ ഹൃദയമോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോകവിജ്ഞാനത്തെക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളെക്കാൾ, ഈ ലോകവിജ്ഞാനത്തെക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ
സ്നേഹിക്കുന്നു. പാടാം. ഈ ലോകമോഹങ്ങളേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ, ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി, എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കും. കരങ്ങൾ വീശിക്കൊണ്ട് പരിശുദ്ധ പരമാ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും നിനക്കാരാധന. ഞങ്ങളെ ഉന്നത ചിന്തകളിലേക്ക് നയിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ഓർമ്മകളെ വിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ബന്ധങ്ങളെ ഉത്സവമാക്കുവാൻ സഹായിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.